അരുണാചലിലെ ദിരാങ്ങിൽ നിന്നും അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ രാവിലെ 8 മണിയായി. ഈ വീട്ടിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. ഈ വീട്ടിലത്തെ ആ ബ്രോ ആണ് ഞങ്ങൾ രാത്രി കണ്ടപ്പോൾ ഇവിടെ താമസിക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചു. പിന്നെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ് പറ്റിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഓയിൽ ലീക്കാണ്. ഓയിൽ കണ്ടില്ലേ, ഇവിടെ ലീക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ തന്നെ ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാൻ വേണ്ടി പോയി. പക്ഷേ വർക്ക്ഷോപ്പ് ഒന്നും തുറന്നില്ല. 3-4 പോയി, ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ചായ കുടിച്ചിട്ട് അതിന് ശേഷം പോയി നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. കുട്ടി ഭയങ്കര സ്റ്റോപ്പ്. ഇന്നലെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന ബ്രോന്റെ ബ്രദേഴ്സ് ആണ് കേട്ടോ ഇവർ രണ്ടാളും. ഹലോ, ഹായ്. പിന്നെ അവരെ അച്ഛനാണ്, എന്താ അവരെ ഡാഡിയാണിത്. പല്ല് തേച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹലോ, ഓക്കെ. പിന്നെ ഇതാ ബ്രോന്റെ വൈഫ്, ഇതാ ആ ബ്രോൺ അവിടെ. ബ്രോന്റെ വൈഫാട്ടെ. ഞങ്ങൾക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. റൈസാണ്, റൈസും കറികളൊക്കെയാണ് ഉള്ളത്. ഈ ബ്രോ ആണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു കേട്ടോ. രാത്രി ഇതാകണം. ബ്രോന്റെ കുട്ടി അവിടെ ഉണ്ട്. ഹലോ, ഹായ്. ഓക്കെ. ലോങ്ഡിംഗിലെ ഫാമിലിയോട് ഞങ്ങൾ യാത്ര പറയാൻ പോവുകയാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ ഓൾ ഫാമിലി മെമ്പേഴ്സ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഇവിടെ ഒരു വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓയിൽ സീലിൻ്റെ പ്രശ്നമല്ല, അവിടെ ഈ നെട്ടിൻ്റെ അതിൽ കൂടെ ഓയിൽ ലീക്കായി വരിക എന്നാണ് പറഞ്ഞത് ഇവിടെ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പോൾ അത് പശ വെച്ച് ഒട്ടിച്ചു. ഇപ്പോൾ ഫുള്ള് ചുരം തന്നെ കേട്ടോ ഇവിടുത്തെ റോഡുകളൊക്കെ. ഏതായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകളാണ്. നാഗാലാൻഡിലൊക്കെ വളരെ മോശം റോഡായിരുന്നു. പക്ഷെ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുകൾ തന്നെയാണ്. പിന്നെ മലയോര മേഖല തന്നെയാണ്. അധികം വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. മൊത്തം കാടായിട്ട് കിടക്കുന്ന ഒരു ഏരിയയാണിത്. അസം സൈഡ് കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പിന്നെ ചൈന ബോർഡറിൽ പോണത്, ഫസ്റ്റ് വില്ലേജ്. അപ്പോൾ അവിടേക്ക് അസം സൈഡ് കൂടെ ആകുമ്പോൾ ഒന്നും കൂടി നല്ല റോഡാണെന്ന് പറഞ്ഞത്. തൊട്ടപ്പുറത്ത് വെച്ചൊരു സംഭവം ഉണ്ടായി. അതായത് പോലീസ് ചെക്കിംഗ് ആണ്. അപ്പം ഞങ്ങളെ വണ്ടി കണ്ടപ്പോൾ സൈഡാക്കാൻ പറഞ്ഞു. സൈഡാക്കിയിട്ട് നിർത്തിയിട്ട് ചോദിച്ചു പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പാസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എവിടുന്ന് വെച്ചപ്പോൾ കേരളത്തിൽ നിന്നാണ് പറഞ്ഞു. റൈഡേഴ്സ് ആണോ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഫീസർ അടുത്ത് പോയി ചോദിച്ചിട്ട് ആ പോലീസുകാർ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ട. എന്തായാലും നാഗാലാൻഡത്തെ പാസ് ഇല്ലാതെ ഫുള്ള് നാഗാലാൻഡ് കറങ്ങി. അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അരുണാചലിൽ പാസ് നിർബന്ധമാണെന്ന് പറഞ്ഞത്. അപ്പോൾ പാസ് എടുക്കണം. ഒരു സൈഡ് ഫുള്ള് മുളങ്കാടുകളാണ്. അവിടെ ഒരു ടൗൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി. ഈ അടുത്ത ടൗൺ എത്തണമെങ്കിൽ കുറച്ച് അത്യാവശ്യം ദൂരം ഓടാനുണ്ടാവും. അധികം അടുത്തടുത്ത ടൗണുകളൊന്നുള്ളൊരു ഏരിയ അല്ല ഇവിടെ. ഈ റോഡ് കണ്ടില്ലേ, അടിപൊളി റോഡാട്ടോ. നല്ല റോഡുമാണ്, നല്ല കാഴ്ചകളുമാണ്. കാരണം ഒരു സൈഡ് നല്ല കുത്തനുള്ള മല, മറ്റേ ഭാഗത്ത് കൊക്ക. അതിന്റെ നടുക്ക് കൂടെ ഉള്ള റോഡ് ടോപ്പാണ്. നല്ല മലനിരകള്, നല്ല എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റിയ റോഡാണിത്. വാഹനങ്ങളും ഇല്ല. കണ്ടില്ലേ ഈ സൈഡ് ദൂരെ കണ്ടില്ലേ, നല്ല നീല കളറായിട്ട് മലനിരകൾ ഇങ്ങനെ കാണാം. പൊളി. വല്ലപ്പോഴും ഓരോ ബൈക്കോ കാറോ വന്നെങ്കിൽ വന്നു. അങ്ങനത്തെ റോഡാണിത്. ഓ എന്താ സൂപ്പർ. അപ്പോൾ ഇന്തോ ചൈന ബോർഡർ ആയിട്ടുള്ള കിബത്തൂലേക്കാണ് പോകുന്നത് ഇപ്പോൾ ആസാം വഴിയാണ്. അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ചയാണ്, എന്തോ ഒരു ചന്തക്ക് വേണ്ടി ഉണ്ടാക്കിയാൽ തോന്നുന്നത്. റോഡിന്റെ രണ്ട് സൈഡിലും ഒരുപാട് ഷെഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഏതെങ്കിലും ദിവസം ആവുകയാണെങ്കിൽ ചന്ത ഉണ്ടാവുക. ഇന്നിവിടെ എന്തായാലും കാലിയായി കിടക്കുകയാണ്. ഇത് കണ്ടില്ലേ, ചുറ്റിലും തേയിലത്തോട്ടങ്ങളും കാണാം. ഒരുപാട് തേയിലത്തോട്ടങ്ങള്. ആസാമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രകൃതിയൊക്കെ മൊത്തത്തിൽ മാറി. കാരണം വീടുകള്, ചെറിയ ചെറിയ വീടുകൾ, മൺവീടുകള്, അതുപോലെ ഈ ഗേറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് മുള കൊണ്ടാണ്. അതൊരു പ്രത്യേക രീതിയിൽ തന്നെ ചോദിക്കാതെ തന്നെ അറിയാം. ആസാമിൽ എത്തിയാല് അവിടുത്തെ ഒരു കാഴ്ചകൾ അങ്ങനത്തെ ഒരു പ്രത്യേക തരം കാഴ്ചകളാണ്. ഞാൻ പറഞ്ഞ ഇതാണ്, കണ്ടില്ലേ, വീട് വരെ മതിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മതിലും ഗേറ്റും കാര്യങ്ങളും. അതുപോലെ ചുമര കണ്ടില്ലേ, മുള വെച്ചിട്ട് തന്നെയാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവ മണ്ണ് തേക്കും, കളിമണ്ണ് തേക്കും. കണ്ടില്ലേ, ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ആസാമിൽ തന്നെ വരണം. പിന്നെ തേയിലത്തോട്ടത്തിന്റെ കാര്യം പറയും വേണ്ട. കാരണം ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങളാണ്, നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ. സാധാരണ മലനിരകളിലാണല്ലോ തേയിലത്തോട്ടങ്ങളൊക്കെ കാണുക. പക്ഷെ ആസാമിൽ വന്നു കഴിഞ്ഞാൽ നിരപ്പ് ഭൂമിയിലാണ് തേയിലത്തോട്ടങ്ങൾ. ആസാം ടീ നല്ല അറിയപ്പെടുന്ന ഒരു ഇതാണ്. വീടുകൾ ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, മതില് വേലി കെട്ടിയിട്ടുള്ള കണ്ടില്ലേ, എല്ലാ വീടും ഇതുപോലെ തന്നെ മുളവേലി. ഓരോ സ്റ്റേറ്റുകൾ കടന്നാലും അത് പ്രത്യേകം പ്രത്യേകം തിരിച്ചറിയുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ നാഗാലാൻഡ് ആണെങ്കിലും അരുണാചലാണെങ്കിലും ആസാമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഭൂപ്രകൃതി കണ്ടാൽ തന്നെ, അവിടുത്തെ ചുറ്റുപാടുകൾ കണ്ടാൽ തന്നെ പറയാതെ തന്നെ അറിയാതെ ഏതാണ് സംസ്ഥാനം എന്നുള്ളത്. ഇവിടുത്തെ ഒരു വീട് കണ്ടോ, മൺവീടാണ്. വീട്ടിന്റെ മുറ്റത്ത് തന്നെ തേയിലത്തോട്ടമൊക്കെ ഉണ്ട്, ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതകൾ. അത്രയ്ക്കും ഭംഗിയുള്ള ഒരു തനി ഗ്രാമമാണ് ഇത്. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ആസാമിൽ വന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഒരു വീടുകളും നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ. റൈഡോങ് എന്ന് പറഞ്ഞ ജില്ലയിലാണ് കേട്ടോ ഈ സ്ഥലം. ഇവിടെ വന്നപ്പോ വെറുതെ ഒരു വീട്ടിൽ കയറിയത്. അപ്പൊ അവരെ സിസ്റ്ററിനെ കണ്ണൂർക്കാണ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ആ സിസ്റ്ററിനെ ഇപ്പൊ വിളിക്കുകയൊക്കെ ചെയ്തു. ഗ്രാമങ്ങളൊക്കെ അടിപൊളിയാട്ടോ ഇവിടെ, നല്ല രസമാണ് കാണാൻ. ഗ്രാമവാസികളോ അതിലേറെ അടിപൊളി. ഈ മൺവീട് കണ്ടില്ലേ, ഇത് മുള കേട്ടോ. ഇതിന്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, മുള വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഇതിന്റെ ഉള്ളിലൊക്കെ മുളയാണ്. അതിന്റെ മുകളിൽ ഇങ്ങനെ മണ്ണ് തേക്കും, കളിമണ്ണ് തേക്കും. അങ്ങനെയാണ് ഈ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. വമ്പ സെറ്റപ്പാട്ടോ. പന്നീനെ വളർത്തുന്നുണ്ട് കേട്ടോ. പന്നീന്റെ പേരെന്താ, ഗുൽട്ടി. പിന്നെ നാടൻ കോഴികളുണ്ട് കണ്ടില്ലേ, കോഴി കുട്ടികളൊക്കെ അതിൽ നടക്കുന്നുണ്ട്. സാധാരണ നമ്മളെ നാട്ടിലൊക്കെ പല റിസോർട്ടുകളും 5000-നും 10,000-നൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് റെന്റിന് കൊടുക്കും. പക്ഷെ ഇതൊന്ന് നോക്കൂ, ഇതൊരു സാധാരണ ആളുകൾ ജീവിക്കുന്ന ഒരു വീടാണ്, മൺവീട്. അതിന്റെ ഉള്ളിലേക്ക് വന്ന കണ്ടില്ലേ, സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പാണ്. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓല മേഞ്ഞതാണ്, അതുപോലെ മുള വെച്ചിട്ടാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ചെറിയൊരു ഇടനായി, ബെഡ്റൂം. ഇത് ബെഡ്റൂം, അരി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ്. പിന്നെ ഇപ്പുറത്തും ബെഡ്റൂമാണ് ഉണ്ടല്ലേ, ചെറിയ റൂമാണ് പക്ഷെ അടിപൊളിയാണ്. പിന്നെ ഇവരെ കിച്ചന് സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ അതൊക്കെ, ഗ്രാമീണ കാഴ്ച. അവരെന്താ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഖാന ബനായ. ഓ എന്താ ഭയങ്കര രസാട്ടോ അതൊക്കെ കണ്ടില്ലേ. ഇവരെങ്ങനെയൊക്കെയാണ് ഇവരെ ജീവിതം, വീട് കാര്യങ്ങളൊക്കെ. ഫുള്ള് മുളമതിലുകളാണ് കണ്ടില്ലേ, എന്ത് വൃത്തിക്ക് അവരൊക്കെ ചെയ്തു വെച്ചതെന്നോ. ഗ്രാമങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. കവുങ്ങിന്റെ ഇടയിൽ തേയിലത്തോട്ടം. ഇതൊരു വെറൈറ്റി കാഴ്ച കേട്ടോ. സാധാരണ തേയിലത്തോട്ടത്തിന് വേറൊരു മരം തണലുണ്ടാവില്ല. ഇത് കവുങ്ങ് തോട്ടാണ്. രണ്ടും ആയല്ലോ, അടക്കയായി തേയിലയായി. ഒരു ഒഴിഞ്ഞ പാടം കണ്ടപ്പോ നിർത്തിയതാ. അതിന്റെ നടുക്ക് കൂടെ അങ്ങനെ നല്ല റോഡും. കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, രണ്ട് സൈഡിലും കണ്ടില്ലേ, കൊയ്ത്ത് കഴിഞ്ഞതാണ്. റോഡ് കണ്ടില്ലേ, നല്ല അടിപൊളി റോഡാണ്.
ഇതിൽ ആളുകളൊക്കെ പൊതുവെ സൈക്കിളിലാണ് കേട്ടോ, സൈക്കിളാണ് ഉപയോഗിക്കുന്നത്. കുട്ടികളൊക്കെ മുഖമൊക്കെ മറച്ചു വരുന്നുണ്ട്, സ്കൂൾ കുട്ടികളെ തോന്നുന്നത്. കണ്ടില്ല, എല്ലാവരുടെ കയ്യിലും സൈക്കിളാണ്. എന്താ വേറെ 2 കുട്ടികൾ വരുന്നുണ്ട്, ഇവരെ കയ്യിലും സൈക്കിൾ തന്നെ. പൊതുവെ എല്ലാവരും സൈക്കിളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അസം തേയില തോട്ടങ്ങൾ കണ്ടില്ലേ, റോഡിന്റെ 2 സൈഡിലും പച്ചപ്പായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ സ്റ്റൈലും തേയില തോട്ടങ്ങള് കണ്ടില്ലേ, 2 ഭാഗത്തും തേയില നല്ല സ്റ്റൈലാണ് കാണാൻ. ഗ്രാമീണരൊക്കെ കണ്ടില്ല സൈക്കിളിൽ പോണത്. മിക്കവാറും ആൾക്കാരൊക്കെ ഇതുപോലെ സൈക്കിളിലാ പോവുക. നല്ലൊരു എക്സർസൈസ് ആണ് കേട്ടോ, നല്ല ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇങ്ങനെ സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്നത്. ചെലവും കുറവാണ്, പെട്രോൾ അടിക്കണ്ട, ഒന്നും വേണ്ട. ഇന്ന് കുക്കിംഗ് ഒന്നുമില്ല. ഇന്നപ്പോ ഇവിടുന്ന് ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം. ഇവിടുത്തെ സ്ഥലപ്പേരെന്താ പറഞ്ഞ്? തെസു എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. തെസൂലൊരു ചെറിയൊരു തട്ടുകടയിൽ കയറിയാണ്. പൊറാട്ടയാണ് ഉള്ളത്, പൊറാട്ടയും സബ്ജിയും. ഇവിടുത്തെ ഫുഡ് നല്ലതാണെന്നാണ് ഇവിടുത്തെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. യാദൃശ്യമായി വന്നതാണ്, എന്തായാലും കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയാണ്. പമ്പാണിത്. പമ്പിലുള്ള ആളുകളൊക്കെ പോയിട്ടുണ്ട്. അവരുടെ സമയം കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ട്. ടെൻറ്റ് ഇത് അപ്പുറത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ടെൻറ്റ്. ബൈക്ക് ഇത് അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി അരുണാചലിലെ ഡോങ്ങിലാണ്. അപ്പോൾ ഇവിടെ പമ്പിൽ സ്റ്റേ കിട്ടിയിട്ടുണ്ട്. ടെൻ്റൊക്കെ സെറ്റപ്പാക്കി കടക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ നേരത്തെ ഇവർ അടച്ചു പോയി. 8-8:30 ആയപ്പോഴേക്ക് ഇവർ അടച്ചു പോയിട്ടുണ്ട്. ഇനി രാവിലെ വരുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.